ഹായ് ഹലോ. ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് വീഡിയോ ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പം അജീഷേട്ടൻ ദാ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ കിടന്ന് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ സൺഡേ ആണ്. അപ്പം ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അജീഷേട്ടനൊരു ആഗ്രഹം, ഇച്ചിരി മിക്സർ കഴിക്കണമെന്ന്. നല്ല എരിവുള്ള നാട്ടിലെ മിക്സറില്ലേ, അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അജീഷേട്ടൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഒന്ന് പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എരിവുള്ള മിക്സറും നല്ല ചൂട് ചായ കൂടെ കുടിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മിക്സറിനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ കുഴച്ചു കേട്ടോ. കുഴച്ചിട്ട് ഒരു സെറ്റ് മിക്സർ എണ്ണയ്ക്കകത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. അപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. ചേട്ടൻ ദാ ആദ്യത്തെ സെറ്റ് ഞങ്ങൾ കോരി ഇട്ടോ. ഈ കോരി ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത സെറ്റ് അതേ അജീഷേട്ടനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിരിച്ച് 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 ആ സുന്ദരമായ മൂന്തനം കാണുന്ന കാണിച്ചു തരട്ടെ. പിരിച്ച് 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 പിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് പോയിട്ടോ. പക്ഷെ ഭയങ്കര കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, ഇച്ചിരി ഒന്ന് മൂത്ത് പോയി. അങ്ങനെ ആദ്യത്തെ ട്രൈ ആണല്ലോ. എങ്ങനെയുണ്ട് അജീഷേട്ടാ? ഉപ്പുകളാണ്, പക്ഷേ ബാക്കി മിക്സറിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇനി നമ്മളിത് പൊടിച്ചൊക്കെ എടുക്കട്ടോ. ലാസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ഇതാ ഇവിടെ ഇനിയിപ്പോൾ ഇത്രയും കൂടെ കൂടിയിട്ട് കുഴച്ചത് ഉണ്ടാക്കാനുണ്ട്. ഇത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കട്ടെ. ഇത് അജീഷേട്ടൻ മറിച്ചിടുകയാണ്. മറിച്ചിട്ടു. അടിപൊളി. അപ്പോൾ ദേ നമ്മുടെ ഈ സെറ്റും ആയിരിക്കുന്നു. അജീഷേട്ടൻ കോരി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാറ്റുമോ? കുറച്ച് പാത്രം ചെറുതായതുകൊണ്ട് ചൂടാകുമ്പോൾ പൊടിക്കാം. ശരി, ചൂടാറുമ്പോൾ പൊടിക്കാം. അപ്പോൾ കോരിയിടൂ. അപ്പോൾ ഇതിനെ അത് നിറച്ച് തരട്ടെ. അപ്പോൾ നമ്മുടെ അജീഷേട്ടൻ ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ലെവലിലൊക്കെയാണ് അജീഷേട്ടൻ. ആണോ അജീഷേട്ടൻ? ആണോ? എനിക്ക് എന്നെ തന്നെ പുകഴ്ത്തി പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അച്ചാടാ പാവം കുഞ്ഞാപ്പാ. അതുകൊണ്ട് എന്നെ എത്ര വേണേ പുകഴ്ത്തി. ആ ശരി, കേട്ടോളാം. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങളിത് മൊത്തം ഒന്ന് വാർത്ത് കോരിയെടുക്കട്ടെ കേട്ടോ. ബൂന്തി ഉണ്ടാക്കാണ് ഞങ്ങൾ. ബൂന്തി നമ്മുടെ മിക്സർ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. വറുത്ത് കോരിയെടുത്തു. കണ്ടോ? ഇനിയിപ്പോൾ അതിനുള്ള ബൂന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. എൻ്റെ കുഞ്ഞി, നമുക്കൊരു ബേക്കറി തുടങ്ങിയാലോ വെച്ചിട്ടാ? ഇത് തന്നെ ചെയ്ത അടുത്ത് പാപം. എന്തായി കാര്യങ്ങള്? അടിപൊളിയോ? ആ മിക്സറെല്ലാം കോരി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ കടലപ്പരിപ്പ് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറുത്തിട്ടു. പിന്നെ മറ്റേ ബൂന്തി ഉണ്ടാക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേ അജീഷേട്ടൻ ഇപ്പം ഇവിടെ ഇരുന്ന് കടല വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലയും കൂടെ വറുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ്. ഞാനോർത്തു ഒരുപാട്
ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുഴച്ചത്. കുഴച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ കുറച്ചേ ഉള്ളൂ എന്ന്. പക്ഷെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പം ഒരുപാടുണ്ട്. അങ്ങനെ അപ്പം എന്തായാലും കണ്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പും പിന്നെ ഇച്ചിരി എന്താ പറയണത് മുളക് പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ കൂടിയിട്ട് കടലയും കൂടെ കൂടിയിട്ട് വറുത്ത് വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജിസിറ്റ, ഒരു മിക്സറാക്കി എന്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ ചായയുടെ കൂടെ കഴിക്കാം അല്ലേ. അപ്പം അടിപൊളി. അജീഷന് ഭയങ്കര സന്തോഷമായോ? ഇനിയിപ്പം മിക്സർ ഉണ്ടാക്കണം എന്ന് പറയുമോ? ഒരിക്കലും പറയില്ല അല്ലേ. മതിയായോ? കൊതി മാറി. അതെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂന്തി ഉണ്ടാക്കാനാണല്ലേ മടുത്തു പോയത്. ബൂന്തി ഉണ്ടാക്കാൻ കുറച്ച് പാടുപെട്ടു പോയി. കൺസിസ്റ്റൻസി, അതായത് ഒരു തിക്നെസ്, എന്തുമാത്രം വെള്ളം വേണം എന്നുള്ളത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചാടത്തില്ല, തുള്ളി തുള്ളിയായിട്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകി ചാടും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചാടത്തുമില്ല. നമ്മുടെ ഇത് ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ പണിപ്പെട്ടു. അങ്ങനെ അപ്പം അജീശ്വരൻ കടലയും കൂടെ കൂടി വറുത്തെടുത്ത ശേഷം ഇതെല്ലാം കൂടെ കൂടി ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കി കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാവേ. എന്താണ് പരിപാടി? മിക്സർ, ഫ്രഷ് ഹോം മെയ്ഡ് മിക്സർ. ദാ നമ്മളുടെ മിക്സർ റെഡിയായി, സെറ്റായി, മിക്സ് ചെയ്തെടുത്തു. കടലയും എല്ലാ സാധനവുമായിട്ട് മിക്സ് ചെയ്തെടുത്തു. ചായ ഇവിടെ ഉണ്ടാക്കി. അജീഷേട്ടൻ ചായയും മിക്സറുമായിട്ട് കഴിക്കാൻ തുടങ്ങിയേക്കാണ്. അപ്പം ഇനി ചായ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് മിക്സർ കഴിച്ചിട്ട്? സൂപ്പർ. നമുക്ക് ആകെ പറ്റിയത് പരിപ്പ് മാത്രമാണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. പരിപ്പിച്ച് കട്ടി കൂടുതലാണ്. ചുട കനം കുറഞ്ഞ പരിപ്പുണ്ടാകുന്ന ഇട്ടാൽ മതിയാണ്. പക്ഷെ നമ്മൾ കടലപ്പരിപ്പ് എടുത്തത് നല്ലതാണ്, കടലപ്പരിപ്പാണ്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് കട്ടി കൂടുതലാണ്, അത്രയാണ് ഉള്ളൂ. പക്ഷേ നല്ല സൂപ്പറാണ്. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മുടെ അപ്പം അതാ നമ്മുടെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം രാത്രിയായിട്ടോ. രാത്രിയായി ഞങ്ങൾ കുളിച്ച് നല്ല സുന്ദരനും സുന്ദരിയുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണത്. അങ്ങനെ അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡിന്നർ ടൈമാണ്. രാത്രിയിൽ ഫുഡ് കഴിക്കുകയാണ്. വലിയ ഇതായിട്ടൊന്നും പറയുന്നു വേണ്ടല്ലോ, ഡിന്നർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. എന്താണ് ഇന്ന് സ്പെഷ്യൽ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇച്ചിരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. മട്ടൻ ബിരിയാണി അജീഷേട്ടൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മട്ടനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതേപോലെ തന്നെ ബിരിയാണി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അജീഷേട്ടോ മട്ടനെ പിടിച്ചിട്ട് മട്ടൻ ബിരിയാണി എങ്ങനെയാണെന്ന് പറയൂ. സൺഡേ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ഉപ്പ് കൂടിപ്പോയ കുഞ്ഞ? ഉപ്പ് കൂടിയിട്ടില്ല. ഞാൻ ഓർത്തു പേടിച്ചു പോയായിരുന്നു ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ടോന്ന്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് രാത്രിയിൽ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം നിങ്ങളും അടിച്ചു പൊളിക്കുക, തകർത്ത് വരെ പൊളിച്ചിടക്ക്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാവേ. അതുവരെ ബൈ. Bye-bye from Ajesh and bye-bye from Jinu. Bye.